ഹലോ മക്കളെ, എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാറേ ഇനി പഠിച്ചാൽ കിട്ടുമോ, ഇനി പഠിച്ചാൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമോ, ഞാൻ ഈ നിങ്ങൾ പറയുന്ന ലൈവ് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കുട്ടികളെടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് യൂട്യൂബ് ലൈവിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നൊരു ചോദ്യം, സാർ നിങ്ങൾ ഈ ലൈവ് കണ്ടാൽ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ ചോദിക്കും, മാഷേ ഇതുവരെ പഠിച്ചിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള സംശയങ്ങളിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ചിൽ നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം +1 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ നമ്മൾ +1 ഈ ഒരു സമയത്ത് നമ്മളെ പ്ലാൻ എന്തെങ്കിലും അറിയോ, എടാ ഇപ്രാവശ്യം എന്തായാലും പോയി +2 എങ്ങനെയെങ്കിലും ഡബിൾ പാസ് വാങ്ങാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറും വിചാരം കേട്ടോ മക്കളെ. ഇപ്രാവശ്യം എങ്ങനെ പോയോ അതുപോലെ തന്നെ അടുത്ത വർഷവും അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള റിസ്കിലേക്കൊന്നും നിൽക്കേണ്ട നമ്മൾ എന്തായാലും ഈ വർഷം തന്നെ എന്ത് ചെയ്യും, ഒരു ഡബിൾ പാസ് വാങ്ങും എന്നുള്ള സെറ്റപ്പിലേക്ക്. ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്ലേ സാറേ ഇനി പാസ്സാവോ കിട്ടുമോ എന്നുള്ളത്, ഞാൻ പറയുകയാണ് ഇനി പഠിച്ചാലും കിട്ടും. ഇനി നമ്മളെ മുന്നിൽ ഇങ്ങനത്തെ ഒരു ചോദ്യമില്ല, കിട്ടുമോ എന്നുള്ളൊരു സംശയമോ അങ്ങനൊന്നും ഇനി വേണ്ട. ഇനി നമ്മളൊരൊറ്റ പ്രതീക്ഷയുള്ളൂ, നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. ഇനി ഒരു മിനിറ്റും നമ്മൾ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് പിന്നാലെ പോകുന്നില്ല, ഇനി പഠിച്ചാലും കിട്ടും. ഞാൻ ഇന്ന് മുതൽ പഠിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് 11th സ്റ്റാൻഡേർഡിലെ ബിസിനസ് സ്റ്റഡീസിൽ നമുക്കുള്ളത് എത്ര ചാപ്റ്റേഴ്സാണ്? 11 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന 11 ചാപ്റ്റേഴ്സാണ്. അതിന് മുന്നേ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, കിട്ടുമോ എന്ന് ചോദിക്കുന്ന ദിവസത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സമയത്തിലേക്ക് നോക്കുന്ന സമയത്ത് മോഡൽ എക്സാം ഫെബ്രുവരി 17 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 17th of February. നമ്മൾ ഇപ്പോഴുള്ളത് ഫെബ്രുവരി മാസത്തിലാണ്. ഫെബ്രുവരി 17-ാം തീയതി നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ എൻഡ് ബൈ 21st. 17, 18, 19, 20, 21 ഒരു 5 ദിവസം കൊണ്ട് നമ്മുടെ എക്സാം എന്താവും കഴിയും. 2 എക്സാമൊക്കെ ഒരു ദിവസം വെച്ചിട്ട് മോഡൽ എക്സാം ടപ്പ എന്ന് പറഞ്ഞ് അങ്ങ് തീരും എന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തീർക്കേണ്ടതുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പബ്ലിക് എക്സാം മാർച്ച് 5-നും തുടങ്ങും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിൽ അത്യാവശ്യം സമയമൊന്നുമില്ല എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ആൻഡ് വി ഹാവ് ദ ബിസിനസ് എക്സാം ഓൺ 30th ഫ്രൈഡേ. 13-ാം തീയതി ഫ്രൈഡേ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ 13-ാം തീയതി വരെയുള്ള പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെയും ചാപ്റ്റേഴ്സൊക്കെ പഠിക്കേണ്ടതെന്നുള്ളതുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ഇനി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. പല കുട്ടികളും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിലേക്കൊക്കെ പോക്ക് കുറഞ്ഞിട്ടുണ്ടാവും, ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി പഠിക്കുക എന്നുള്ളതിന് നമുക്ക് 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഈ 11 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് ഞാനിങ്ങനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഓരോ ചാപ്റ്ററും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ വരുന്നത് ഒരു സർപ്രൈസുമായിട്ടാണ്. ഈ പറയുന്ന 11 ചാപ്റ്ററുകളിൽ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു 5 ചാപ്റ്റർ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഈ 5 ചാപ്റ്റർ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇതിലത്തെ ഓരോ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള കോൺഫിഡൻഷ്യൽ പഠനം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ 48 മാർക്സ് എന്നുള്ളതാണ്. വിച്ച് മീൻസ് 60% മാർക്ക് വരുന്നത് എത്ര ചാപ്റ്റർ നമ്മുടെ 11 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വെറും 5 ചാപ്റ്ററുകളിൽ നിന്ന് 48 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഈ പറഞ്ഞതുപോലെ തന്നെ പഠിക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സാവാനും അല്ലെങ്കിൽ ഡബിൾ പാസിന് എടുത്തെത്താനുമുള്ള മാർക്ക് നമ്മുടെ കയ്യിൽ എന്താണ്, സേഫായിട്ട് ഈ 5 ചാപ്റ്റേഴ്സ് നമുക്ക് തരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആക്കി വെക്കണം. എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇവന് എവിടുന്ന ഭാഗത്തും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. ഫോംസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന 2nd ചാപ്റ്ററാണ്. അതിൽ നിന്ന് 12 മാർക്കിനോളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇന്റേണൽ ട്രേഡിൽ നിന്ന് ഒരു 8 മാർക്ക്, 10 മാർക്കിൻ്റെ അടുത്ത് ഇന്റേണൽ ട്രേഡിൽ നിന്നുണ്ട്. ബിസിനസ് സർവീസസ് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും കൂടി കൂടിയിട്ട് 48 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾ ടുഗദർ 48 മാർക്കാണ് ഈ 5 ചാപ്റ്ററിനായിട്ട് വരുന്നത്. ഈ 11 ചാപ്റ്റർ പഠിക്കുന്നതിൽ നിന്ന് ഈ ഒരു 5 ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ 48 മാർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ചോദ്യമാണ്, ഇതൊന്നും ചെറിയ ചാപ്റ്ററുകളല്ലല്ലോ, അത്യാവശ്യം പഠിക്കാനുള്ള ചാപ്റ്ററുകൾ തന്നെയല്ലേ? ഞാൻ പറയുന്നു അത്ര എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒന്നുമല്ല. ചാപ്റ്റേഴ്സ് എളുപ്പമാണ്, പക്ഷേ ചെറിയ ചാപ്റ്റേഴ്സ് ഒന്നും അല്ല. എന്നാലും ഇഫ് യു ആർ റെഡി, നിങ്ങൾക്ക് ഇപ്പം മുതൽ ഈ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു 5 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ഉത്തരം കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത്, പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇതിന് ആദ്യം ഫോക്കസ് കൊടുക്കുക.
അത്യാവശ്യം റിവിഷൻസും പഠനമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇതിന് ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒരു സ്ട്രെസ് കൊടുത്തിട്ട് ഈ ഭാഗം ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഈ 48 മാർക്ക് നിങ്ങൾ സെറ്റാക്കുക എന്നുള്ള ഉറപ്പിൽ ഞാൻ പോവാണ്. ഇനി പറഞ്ഞതുപോലെ തന്നെ ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് ഉഷാറാക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി വെയിറ്റേജ് വേണം, എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് യൂണിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് ഇടുന്നതാണ്. സോ യു ജസ്റ്റ് കമൻറ്റ് ഓൺ ദാറ്റ്. ഇനി പറയാനുള്ളത് നമ്മുടെ ഇനിയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്രാഷ് ബാച്ചിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഇഫ് യു വാണ്ട് ടു ജോയിൻ ദ എജുപോഡ് ഈ പറഞ്ഞതുപോലെ തന്നെ 1799 ഞങ്ങൾക്ക് ഇനി എവിടുന്ന ക്ലാസ് കിട്ടും, പക്ഷേ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് എവിടുന്ന് കിട്ടും, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിക്കാൻ നോക്കിയാണെങ്കിൽ കം ടു എജുപോഡ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും വെറും 2 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുള്ള റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. സൂം ലൈവുകൾ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന സൂം ലൈവുകൾ നമുക്കുണ്ട്. ടീച്ചേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ യു ഓൺലി നീഡ് ടു സ്പെൻഡ് എത്രയാണ് 1799 റുപ്പീസ്. ഫസ്റ്റ് വരുന്ന 1000 സ്റ്റുഡൻസിന് നമ്മൾ എത്ര രൂപ കൊടുക്കും? 1799 റുപ്പീസിന് ഈ ഓഫറോട് കൂടിയിട്ട് കംപ്ലീറ്റ് ബാച്ച് നമ്മൾ കൊടുക്കുന്നതാണ്. ലാസ്റ്റ് മിനിറ്റ് ഓഫറാണ്. ഇനി അങ്ങോട്ട് ഇനി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനില്ല. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ എക്സാമിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു സമയത്തേക്ക് മോഡൽ എക്സാംസ്, അതേപോലെ തന്നെ സൂം ലൈവുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ചാപ്റ്റർ റിവിഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എന്തായാലും പഠിക്കുക. നിങ്ങളുടെ 48 മാർക്ക് ലൈസ് ഇൻ ദീസ് 5 ചാപ്റ്റേഴ്സ്. മറന്നു പോകേണ്ട, ഈ 5 ചാപ്റ്റേഴ്സ് സെറ്റാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇനി ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ഗോ ഫോർ ഇറ്റ്. ഒരു 60% മാർക്ക് സ്കോർ ചെയ്യുന്ന ഈ ഒരു 5 ചാപ്റ്റർ നമ്മൾ മറന്നു പോകേണ്ട. ഓക്കെ, ബൈ മക്കളെ, സീ യു.